മഞ്ചൂരിൽ പൊതുവഴി തടഞ്ഞ് CPM ഏരിയ സമ്മേളനം നടത്തിയ സംഭവത്തിൽ കോടതി അലക്ഷ്യ നടപടി അനിവാര്യമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സ്വമേധയാ കേസെടുക്കുന്ന കാര്യം ആലോചിക്കും. കഴിഞ്ഞ ദിവസം കൊച്ചി കോർപ്പറേഷന് മുന്നിലും നടപ്പാത തടഞ്ഞ് കസേരയിട്ട് പരിപാടി നടത്തിയെന്നും വിമർശനം. രേഖകളുമായി മറ്റന്നാൾ നേരിട്ട് ഹാജരാകാൻ വഞ്ചൂർ CIക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, മാർഗ തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് പ്രകടനങ്ങളോ സമ്മേളനങ്ങളോ പാടില്ല എന്നുള്ള ഹൈക്കോടതി നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വഞ്ചൂരിൽ പൊതുവഴി തടഞ്ഞ് CPM ഏരിയ സമ്മേളനം നടത്തിയത്. എന്തായാലും അതിൽ കോടതി അലക്ഷ്യ നടപടി അനിവാര്യമെന്ന് തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിക്കുന്നത്. വിവരങ്ങൾ. രോഹിണി, ഈ വഞ്ചൂരിൽ പൊതുവഴി തടഞ്ഞുകൊണ്ട് ഇക്കഴിഞ്ഞ 5-ാം തീയതിയാണ് CPMന്റെ പാളയം ഏരിയ കമ്മിറ്റിയുടെ സമ്മേളനം നടന്നത്. ഈ വിഷയത്തിൽ ഒരു കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതിയുടെ മുന്നിൽ വന്നപ്പോഴാണ് ദേവസ്വം ബെഞ്ച് തന്നെയാണ് ഈ കോടതിയലക്ഷ്യ ഹർജികളും പരിഗണിക്കുന്നത്. ആ സമയത്ത് ഹൈക്കോടതി വലിയ രീതിയിലുള്ള വിമർശനം ഇക്കാര്യത്തിൽ ഉന്നയിക്കുകയാണ് ഉണ്ടായത്. ഈ കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പൊതുവഴി തടഞ്ഞുകൊണ്ട് സമ്മേളനങ്ങളോ യോഗങ്ങളോ പാടില്ല എന്ന് നേരത്തെ 2023 ഹൈക്കോടതി തന്നെ ഒരു ഉത്തരവ് ഇറക്കിയതാണ്. പക്ഷേ അതൊന്നും തന്നെ നടപ്പിലായില്ല. കോൾഡ് സ്റ്റോറേജിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വെച്ചിരിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നത്. അതോടൊപ്പം തന്നെ വഞ്ചൂർ CI മറ്റന്നാൾ നേരിട്ട് തന്നെ ഹാജരായി വിശദാംശങ്ങൾ, രേഖകളൊക്കെ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. ഈ സമ്മേളനം നടത്തുന്നവർക്ക് വൈദ്യുതി ബന്ധം ലഭിക്കുന്നത് ഏത് വിധത്തിലാണ് തുടങ്ങിയ ചോദ്യങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കോടതിയലക്ഷ്യ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഈ രേഖകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റന്നാളത്തേക്ക് പ്രസ്തുത ഹർജി ഹൈക്കോടതി മാറ്റിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. ഇവരടക്കം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകണം. നേരത്തെ ജനം TV ആണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത്. പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് വഞ്ചൂരിൽ CPM ഈ ഒരു ഏരിയ സമ്മേളനം നടത്തുന്നു എന്നുള്ള വാർത്ത. എന്തായാലും ആ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് കോടതിയും ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 2023 ഇറക്കിയ ഉത്തരവുകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു സമ്മേളനം CPM നടത്തിയത്. അത് മാത്രമല്ല, പോലീസ് സ്റ്റേഷൻ തൊട്ടപ്പുറത്ത് തന്നെയാണ്. എന്നിട്ട് പോലീസും നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം. എന്തായാലും നിലവിൽ വഞ്ചൂർ CI ഇതുമായി ബന്ധപ്പെട്ട് രേഖകൾ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാനായിട്ടാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയും സിറ്റി പോലീസ് കമ്മീഷണറും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുകയും വേണം. രോഹിണി. ശരി. വഞ്ചൂരിൽ പൊതുവഴി തടഞ്ഞ് CPM ഏരിയ സമ്മേളനം നടത്തിയ സംഭവത്തിൽ കോടതി അലക്ഷ്യ നടപടി അനിവാര്യമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സ്വമേധയാ കേസെടുക്കുന്ന കാര്യം ആലോചിക്കും. കഴിഞ്ഞ ദിവസം കൊച്ചി കോർപ്പറേഷന് മുന്നിലും നടപ്പാത തടഞ്ഞ് കസേരയിട്ട് പരിപാടി നടത്തിയെന്നും വിമർശനം. എന്തായാലും രേഖകളുമായി മറ്റന്നാൾ നേരിട്ട് ഹാജരാകാൻ വഞ്ചൂർ CIക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.